നമസ്കാരം. കേരള പോലീസിനെ കാലാകാലങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ADGP-MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വീണ്ടും വൈകുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണിപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ അണിയറയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അജിത് കുമാറിനെ സഹായിക്കാൻ ചില ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന വലിയ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ മാസം 23-നാണ് കേസ് അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന SP ഷൌക്കത്ത് അലി അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് DGPക്ക് കൈമാറിയത്. എന്നാൽ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളിൽ വ്യക്തത കുറവുണ്ടെന്ന് കാണിച്ച DGP കഴിഞ്ഞ ദിവസം ഇത് മടക്കിയഴിച്ചു. 5 പ്രധാന സംശയങ്ങളാണ് DGP ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തുടരന്വേഷണം നടത്തി വ്യക്തത വരുത്താൻ SITക്ക് കൂടുതൽ സമയം വേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇവിടെയാണ് കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. DGP സ്ഥാനക്കയറ്റം സംബന്ധിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 20-നാണ് യോഗം ചേരുന്നത്. അതിനു മുമ്പ് ഈ ഒരു അന്തിമ അന്വേഷണ റിപ്പോർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ വലിയ നിയമപരമായ പ്രതിസന്ധിയാകും ഉണ്ടാകാൻ പോകുന്നത്. 20-ാം തീയതി ചേരുന്ന കമ്മിറ്റിയുടെ മുന്നിൽ അജിത് കുമാറിനെതിരെ അന്തിമ റിപ്പോർട്ട് ഔദ്യോഗികമായി നിലവിലില്ലെങ്കിൽ സീനിയോറിറ്റി പ്രകാരം അദ്ദേഹത്തെ DGP പദവിയിലേക്ക് ശുപാർശ ചെയ്യാൻ കമ്മിറ്റി നിയമപരമായി നിർബന്ധിതരായേക്കും. കമ്മിറ്റി ശുപാർശ ചെയ്താലും അത് തടഞ്ഞുവെക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കമ്മിറ്റി ശുപാർശ നൽകിയ ശേഷം സർക്കാർ അത് തടഞ്ഞുവെച്ചാൽ അത് രാഷ്ട്രീയ ഇടപെടലാണെന്ന ആക്ഷേപം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അജിത് കുമാർ കോടതിയെ സമീപിച്ച് തന്റെ സ്ഥാനക്കയറ്റം നിയമപരമായി നേടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധരും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അജിത് കുമാറിന് DGP പദവി ലഭിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഈ റിപ്പോർട്ട് വൈകുന്നത് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള പഴുതായി മാറുകയാണ് ചെയ്യുന്നത്. അജിത് കുമാറിനെതിരെയുള്ള നടപടി എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. നിലവിൽ ഫയൽ DGPയുടെ അടുത്ത് എത്തുന്നതേയുള്ളൂ. DGP പരിശോധിച്ച് അന്തിമമാക്കിയ ശേഷം ഈ ഫയൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുത്തെത്തിക്കണം. എങ്കിൽ മാത്രമേ ഭരണതലത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ കൃത്യമായി ഇടപെടാൻ കഴിയുകയുള്ളൂ. നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഇത്തരം കുറ്റവാളികളായ ഉദ്യോഗസ്ഥരെ കർശനമായി പൂട്ടാൻ സാധിക്കൂ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം കുറ്റവാളികളെ സഹായിക്കാൻ ഇപ്പോഴും ചില കളികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കടുത്ത നടപടികളിലൂടെ തന്നെ നേരിടേണ്ടതുണ്ട്. 20-ന് മുൻപായി റിപ്പോർട്ട് ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുക തന്നെ വേണം. തങ്ങൾ ചെയ്ത കുറ്റങ്ങളിൽ നിന്നും സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുന്ന കാഴ്ച കേരളത്തിൽ ഇനി കാണാൻ കഴിയില്ല. അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ ഭരണതലപ്പത്തു നിന്നും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക തന്നെ വേണം. കുറ്റവാളികൾക്ക് യാതൊരുവിധ സ്ഥാനക്കയറ്റവും നൽകാതെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഒട്ടും മടിക്കരുത്.